ഓം തനതോം ദോം. ഞാനൂട്ടാ നമ്മളെവിടെ പോന്നു? നമ്മളെവിടെ പോകാനാണ് റെഡി ആയിരിക്കുന്നേ? ജ്യൂസ് വാങ്ങിക്കാനല്ല, നമ്മൾ എവിടെ പോന്ന്? മുടി എങ്ങനെ വെട്ടണ്ടേ? ഇങ്ങനെ വരയിടണം. ഓക്കെ, എവിടെ വരയിടണം? സൈഡിലാണോ ഒരു വര? ഒരു ലൈൻ കൊടുക്കണം. ഓ ഓക്കെ ഓക്കെ. എന്നിട്ട് ആ ദിസ് സൈഡ് ആണോ? ഓ ദിസ് സൈഡ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ദിസ് സൈഡില ഒരു ലൈൻ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് വേണം? ആ എന്നിട്ട് മുടി വെട്ടണം. അതിനോടാ നമ്മൾ പോന്നേ. അപ്പൊ നമ്മളെ മുടിയൊക്കെ വെട്ടിട്ട് ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം അല്ലേ? ഓക്കേ. അല്ല, ഇതാരാ ഇത്? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലേ? അപ്പം മീനാക്ഷി അല്ല, ഇത് അൻഷികയാണ്. കൂടെ നാനൂട്ടനും ഉണ്ട് കേട്ടോ. നമ്മളിത് ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളം കൂടുതലായി. പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെയും അവിടെ ഇട്ടിരുന്നായിരുന്നു. അപ്പോൾ സ്വന്തം ഭംഗി ആസ്വദിക്കുകയാണ് നാനൂട്ടൻ. നമ്മൾ നാനൂട്ടൻ്റെ മുടി വെട്ടാനായിട്ട് അങ്ങനെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പ് അവൻ എക്സ്പെക്ട് ചെയ്ത് അത്ര ആയില്ല. കാരണം റെഗുലറായിട്ട് അവൻ വരുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ അല്ല നമ്മൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു വൈക്ലഭ്യമാണ് ഈ മുഖത്ത് കാണുന്നത്. അത് എന്ത് നല്ല കുട്ടപ്പൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുട്ടി ഹെയറൊക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരുന്നിരുന്നു കേട്ടോ. സഹകരണ മനോഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി സഹകരണ ബാങ്ക് ജോലിക്ക് ഇവനെ എടുക്കുമെന്ന് ചോദിക്കണം. കാരണം ഇവന് നല്ല സഹകരണ മനോഭാവമാണ്. അങ്ങനെ ഇതേ മുടിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദ്ദേശിച്ച കണക്ക് സ്റ്റൈൽ വരുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് ആൾ. ഇവന് മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി നിർത്തണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആൾ. അപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കുന്ന ഈ വിഷമം. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈനലി ഒന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേന് ആൾ ഓക്കെ ആയി. അവൻ ആ ലൈൻ അവിടെ വരണമായിരുന്നു. അതായിരുന്നു അവസാനം ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ നാനൂട്ടൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ദേ ഇതായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സുന്ദരനല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് നാനൂട്ടൻ ഈ ഫ്രൂട്ട് കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന വീഡിയോ അച്ഛൻ കാണുമ്പോൾ എന്നെ ഓട്ടിക്കുമെന്നാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാനുള്ള ഷോപ്പിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ഞാൻ വണ്ടി തന്നെയാണ് ആയിരുന്നത്. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്ത കോഴിയുടെ കരച്ചിൽ കേട്ടുള്ള വിഷമത്തിൽ അവനും ഇരിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.